ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കാര്യത്തിന്റെ സമാപനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 13-ാം വാക്യം. എല്ലാത്തിന്റെയും സമാപനം നമുക്ക് കേൾക്കാം. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ശലോമോനെ പോലെ ജ്ഞാനിയായ ആരും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവൻ ദൈവം മുൻപാകെ തന്നെ താഴ്ത്തി, കർത്താവെ, എനിക്ക് ജ്ഞാനം നൽകണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ കർത്താവ് കൃപയോടെ അവന് അസാധാരണമായ ജ്ഞാനം നൽകി. യാക്കോബ് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇത് കാണപ്പെടുന്നു. ഇന്ന് അതേ കർത്താവ് നമുക്കും ജ്ഞാനം നൽകാൻ തയ്യാറാണ്. സദൃശവാക്യങ്ങൾ, ഉത്തമഗീതം, സഭാപ്രസംഗി എന്നിവ എഴുതിയ ജ്ഞാനിയായ ശലോമോൻ ലൗകിക അറിവും ആത്മീയ സത്യങ്ങളും എല്ലാം ശ്രദ്ധാപൂർവം പരിശോധിച്ച് ഈ അന്തിമ നിഗമനത്തിലെത്തി. ദൈവത്തെ ഭയപ്പെടുകയും അവന്റെ കൽപ്പനകളെ പാലിക്കുകയും ചെയ്യുക. കാരണം ഇത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. ഭയം 2 തരത്തിലാകാം: മനുഷ്യഭയവും ദൈവഭയവും. മനുഷ്യഭയം ഒരു കെണി കൊണ്ടുവരുന്നു എന്ന് സദൃശവാക്യങ്ങൾ 29-ാം അധ്യായം 25-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ചിലർ മരണത്തെ ഭയപ്പെടുന്നു, ചിലർ അധികാരത്തിലുള്ള വ്യക്തികളെ ഭയപ്പെടുന്നു, മറ്റുള്ളവർ ദുഷ്ടാത്മാക്കളെ ഭയപ്പെടുന്നു. അത്തരം ഭയങ്ങൾ ഒരു വ്യക്തിയെ അടിമകളാക്കുകയും ഒടുവിൽ തീയും ഗന്ധകവും കത്തുന്ന തടാകത്തിൽ പങ്കുചേരാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വെളിപ്പാട് 21-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. എന്നാൽ ദൈവഭയം പാപത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും നമ്മെ വിശുദ്ധിയിൽ നിലനിർത്തുകയും ചെയ്യുന്നു. ബൈബിൾ പറയുന്നു, കർത്താവിന്റെ ഭയം ദോഷത്തെ വെറുക്കുന്നതാണ് എന്ന്. ഇത് സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. പാപത്തിൽ നിന്ന് ഓടിപ്പോകാനുള്ള യോസഫിന്റെ തീരുമാനത്തിന് പിന്നിലെ രഹസ്യം എന്തായിരുന്നു? അത് അവന്റെ ദൈവഭയമായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാം. ദൈവം തന്നെ സ്നേഹത്തോടും കരുണയോടും കൂടി നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. എനിക്ക് വലിയ ദുഷ്ടത ചെയ്യാനും ദൈവത്തിനെതിരെ പാപം ചെയ്യാനും എങ്ങനെ കഴിയും എന്ന് അദ്ദേഹം ചിന്തിച്ചു. യോസഫ് ദൈവത്തെ ഭയപ്പെട്ടതിനാൽ അവൻ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെട്ടു. മിസ്രൈമിൽ അവൻ ഉയർത്തപ്പെടുകയും വളരെയധികം ബഹുമാനിക്കപ്പെടുകയും ചെയ്തു. ബൈബിൾ പറയുന്നു, യഹോവ ഭയം ആയുസ് വർദ്ധിപ്പിക്കുന്നു എന്ന്. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയത്തിൽ ഉറച്ചവനും സിംഹത്തെ പോലെ ധൈര്യശാലിയുമാണ്. അവൻ മനുഷ്യരുടെ മുൻപിൽ വിറയ്ക്കുകയില്ല. ദാനിയേലിനെ നോക്കൂ, അവൻ ദൈവത്തെ ഭയപ്പെടുകയും നേരോടെ ജീവിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ അവനിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ അവൻ പ്രാർത്ഥന വിൽക്കുന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എങ്കിലും ദാനിയേൽ രാജാവിന്റെ നിയമത്തെ ഭയപ്പെട്ടില്ല, സിംഹക്കുഴിയിൽ അകപ്പെട്ടില്ല. തിരുവെഴുത്ത് പറയുന്നു, യഹോവ ഭക്തനിൽ ദൃഢമായ ആത്മവിശ്വാസമുണ്ട്, അവന്റെ മക്കൾക്ക് ഒരു അഭയസ്ഥാനവുമുണ്ട്. മരണത്തിന്റെ കെളികളിൽ നിന്ന് രക്ഷപ്പെടാൻ യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു എന്ന്. ഇത് സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രിയ മക്കളെ, കർത്താവിനെ ഭയപ്പെടുന്നവൻ എന്നേക്കും നിലനിൽക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സഭാപ്രസംഗി 8-ാം അധ്യായം 12-ാം വാക്യം. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ യിരെമ്യാവ് 50-ാം അധ്യായം, വൈകുന്നേരം എബ്രായർ 8-ാം അധ്യായം. ആമേൻ.